അസ്സലാമു അലൈക്കും. എട്ടാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ ഒന്നാം പാഠം അല്ലാഹു ഖാലിഖുന എന്ന പാഠമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാഠവും അർത്ഥവും തെദ്രീബാത്തും സ്ക്രീനിൽ നോക്കി തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാവുന്ന രീതിയിലാണ് ഈ വീഡിയോ നിർമ്മിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് വരും ദിവസങ്ങളിൽ എട്ടാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളും മറ്റു പാഠങ്ങളും ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ പാഠങ്ങളും നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാഹ് നമുക്ക് നേരെ പാഠത്തിലേക്ക് കടക്കാം. ഇന്നൽ ഫിക്ര തീർച്ചയായും ചിന്ത എന്നത് മിഫ്താഹുൽ ഉലൂം വിജ്ഞാനത്തിന്റെ താക്കോലാണ്. വബിഹി അതുകൊണ്ട് പറഞ്ഞാല് ചിന്ത കൊണ്ട് യകൂനുൽ ഇൻസാനു മനുഷ്യനാകുന്നു. ഇൻസാനൻ മനുഷ്യനാകുന്നത് ചിന്ത കൊണ്ടാണ്. വമൻ ഒരുത്തൻ ലം യതഫക്കർ അവൻ ചിന്തിച്ചിട്ടില്ല. ഫഹുവ അപ്പോൾ അവൻ കൽ അൻആമി അവൻ മൃഗത്തെ പോലെയാണ്. അതായത് ചിന്ത എന്നത് വിജ്ഞാനത്തിന്റെ താക്കോലാണ്. മനുഷ്യനാക്കുന്നതും ചിന്തയാണ്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ മൃഗത്തിന് ചിന്തിക്കാനുള്ള കഴിവ് ഇല്ല. വല്യകുൻ അഫ്കാറുന അവ്വലൻ നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ടത്, നമ്മുടെ ചിന്ത ആദ്യം ആകട്ടെ അൻ അൻഫുസിന നമ്മുടെ ശരീരത്തെ കുറിച്ച് തന്നെ. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ ശരീരത്തെ കുറിച്ചാണ്. ലാ ശക്ക സംശയമില്ല അന്നമൻ അറഫ നഫ്സഹു ഒരാൾ അവനവന്റെ ശരീരത്തെ മനസ്സിലാക്കിയാൽ ഫഖദ് അറഫ റബ്ബഹു തീർച്ചയായിട്ടും അവൻ അവന്റെ റബ്ബിനെ മനസ്സിലാക്കി. തഫക്കുറു സാഅത്തിൻ ഒരു മണിക്കൂർ ചിന്തിക്കുക എന്നത് ഖൈറുൻ ഉത്തമമാണ് മിൻ ഇബാദത്തി സന ഒരു വർഷം ആരാധിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ഒരു മണിക്കൂർ ചിന്തിക്കുക എന്നത്. മൻ ഖലഖന ആരാണ് നമ്മെ സൃഷ്ടിച്ചത്? മൻ ആരാണ് ഖലഖ സൃഷ്ടിച്ചത്? ആബാഇന നമ്മുടെ ഉപ്പമാരെ, വ ഉമ്മഹാത്തിന നമ്മുടെ ഉമ്മമാരെ, വ അജ്ദാദന നമ്മുടെ വല്ലിപ്പമാരെ, വ ജദ്ദാത്തിന നമ്മുടെ വല്ലിമ്മമാരെ. ഇവരൊക്കെ ആരാണ് സൃഷ്ടിച്ചത്? മൻ ആരാണ് ഖലഖ സൃഷ്ടിച്ചത്? അവ്വലൽ ബശരി ആദം അലൈഹിസ്സലാം ആദ്യ മനുഷ്യനായ ആദമിനെ ആരാണ് സൃഷ്ടിച്ചത്? മൻ ആരാണ് ഖലഖ സൃഷ്ടിച്ചത്? അസ്സമാവാതി ആകാശങ്ങളെ, വൽ അർള ഭൂമിയെ, വൽ അൻഹാറ നദികളെ, വൽ ബിഹാറ കടലുകളെ, വൽ ബഹായിമ മൃഗങ്ങളെ, വൽ അസ്ജാറ മരങ്ങളെ, വഗൈറഹ മറ്റുള്ളവയെ. ഇതിനൊക്കെ ആരാണ് സൃഷ്ടിച്ചത്? വലാഹിറുൻ വ്യക്തമാണ്, കലൗ ഇന്നഹാരി പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്, അന്നഹു ലാ യൂജദു ത്വാവിലത്തുൻ തീർച്ചയായിട്ടും മേശ ഉണ്ടാവുകയില്ല, ബിലാ നജ്ജാരിൻ ആശാരിയില്ലാതെ, വ മഖ്ലൂഖുൻ സൃഷ്ടികളും ഉണ്ടാവുകയില്ല, ദൂന ഖാലിഖിൻ സൃഷ്ടാവില്ലാതെ. ഫഖൗലുൽ മുൽഹിദി അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ, ഫഖൗലുൽ മുൽഹിദി അപ്പോൾ നിരീശ്വരവാദിയുടെ വാദം, ലാ ഖാലിഖ സൃഷ്ടാവില്ല, വകുല്ലു ഷൈഇൻ എല്ലാ വസ്തുക്കളും യതകവ്വനു അത് ഉണ്ടാകുന്നു, ത്വബഇയ്യൻ പ്രകൃതിയാൽ, ബാത്തിലും അത് പൊള്ളയായ വാദമാണ്. അതായത് ദൈവനിഷേധി എന്താ പറയാ, യുക്തിവാദി പറയുന്നത് സൃഷ്ടാവൊന്നുമില്ല, എല്ലാ വസ്തുക്കളും അത് പ്രകൃതിയാൽ അത് തന്നെത്താൽ ഉണ്ടാകുന്നതാണെന്ന് അവൻ പറയും. പക്ഷേ അത് ബാത്തിലുൻ അത് പൊള്ളയായ വാദമാണ്. ഫലാ ബുദ്ധ ഹാഹുന മിൻ ഖാലിഖിൻ ഫലാ ബുദ്ധ അപ്പോൾ അത്യാവശ്യമാണ്, ഹാഹുന ഇവിടെ, മിൻ ഖാലിഖിൻ ഒരു സൃഷ്ടാവുണ്ടാവുക എന്നത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്.
ഖലഖ അവൻ സൃഷ്ടിച്ചു, ഹാദൽ ആലമൽ ബദീഅ ഈ അതുല്യമായ ലോകത്തെ അവൻ സൃഷ്ടിച്ചു. സുമ്മ പിന്നെ ദബ്ബറുഹു ഈ ലോകത്തെ അവൻ മാറ്റിമറിച്ചു, അലാ ഹാദൻ നിളാമിൽ മുഅ്ജിബി ഈ അത്ഭുതകരമായ സംവിധാനമാക്കി അതിനെ മാറ്റിയെടുത്തു. മൻ ആരാണ്, ഹാദൽ ഖാലിഖ് ഈ സൃഷ്ടാവ് ആരാണ്, അൽ ജവാബു ഷാഫി അൽ കാഫി ഹുവല്ലാഹു സുബ്ഹാനഹു വ തആല. അൽ ജവാബ് അതിനുള്ള ആരാണ് ഈ സൃഷ്ടാവ് എന്ന ചോദ്യത്തിന്റെ മറുപടി എങ്ങനത്തെ മറുപടിയാണ്? അഷാഫി തൃപ്തികരമായ, അൽ കാഫി മതിയായ ഉത്തരം. അതായത് ആരാണ് ഇതിന്റെ സൃഷ്ടാവ് എന്ന ചോദ്യത്തിന്റെ മറുപടി എന്താണ്? അതിന് തൃപ്തികരമായ, അതിന് മതിയായ ഉത്തരം എന്താണ്? അത് ഹുവ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അത് അല്ലാഹു ആണ് എന്നതാണ് അതിന് തൃപ്തികരമായ, അതിന്റെ മതിയായ, അതിന്റെ മറുപടി. ലാ ശരീക ലഹു അവൻക്ക് പങ്കുകാരില്ല, വഹുവ വാഹിദുൻ അവൻ ഏകനാണ്, ഫീ ദാത്തിഹി അവന്റെ ദാത്തിലും, വസിഫാത്തിഹി അവന്റെ സിഫാത്തിലും, വഅഫ്ആലിഹി അവന്റെ പ്രവർത്തനങ്ങളിലും അവൻ ഏകനാണ്. അല്ലാഹു ഖാലിഖുന അല്ലാഹു നമ്മുടെ സൃഷ്ടാവാണ്. വഹുവ ഖാലിഖു കുല്ലി ഷൈഇൻ അവൻ എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ്. വഹുവ ഖദീമുൻ അവൻ ആദ്യമേ ഉള്ളവനാണ്. വാജിബുൽ വുജൂദ് ഉണ്ടാകൽ നിർബന്ധമാണ്. ലൈസ കമിസ്ലിഹി അവനെ പോലെ ഇല്ല, ഷൈഉൻ ഒന്നും. വഹുവ അവൻ അല്ലാഹു സമീഉൽ അലീം എല്ലാം നന്നായി കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. വൽ മഖ്ലൂഖാതു സൃഷ്ടികൾ, തദുല്ലു അത് അറിയിക്കുന്നു, അലൽ ഖാലിഖ് സൃഷ്ടാവിന്റെ മേൽ. സൃഷ്ടികൾ സൃഷ്ടാവിന്റെ മേൽ അറിയിക്കുന്നു. ഏതൊരു സൃഷ്ടിയെ എടുത്തു നോക്കിയാലും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ടായിരിക്കും. വൽ ആസാറു അടയാളങ്ങൾ, തദുല്ലു അറിയിക്കുന്നു, അലൽ മുഅസ്സിരി അടയാളപ്പെടുത്തിയവനെ. എവിടെയെങ്കിലും ഒരു അടയാളം കണ്ടാൽ ഇതാരൊക്കെയോ ചെയ്തതാണ് എന്നൊരു അടയാളം നമ്മെ അറിയിക്കും. പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചാലേ അതൊരു അടയാളം ഉണ്ടാവുകയുള്ളൂ. ഒരു വസ്തു എടുത്തു നോക്കിയാൽ, ഒരു സൃഷ്ടി എടുത്തു നോക്കിയാൽ, ആ സൃഷ്ടി അങ്ങനെ ഒരു സൃഷ്ടിയായി ഉണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും. വഖദ് ജാഅ ഫിൽ ഹദീസി തീർച്ചയായും ഹദീസിൽ വന്നിട്ടുണ്ട്, തഫക്കറു നിങ്ങൾ ചിന്തിക്കുക, ഫി ഖൽഖില്ല അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾ ചിന്തിക്കുക, വലാ തഫക്കറു നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല, ഫി ദാത്തില്ല അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ, അള്ളാഹുവിന്റെ ദാത്തിൽ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല, പക്ഷേ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾ ചിന്തിക്കണം. ഇനി പാഠത്തിന്റെ തിരിവാത്തുകളൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മിഫ്താഹുൽ ഉലൂമി മാ ഹുവ എന്താണ് വിജ്ഞാനത്തിന്റെ താക്കോല്? അൽ ഫിക്റു ചിന്ത, ചിന്തയാണ് വിജ്ഞാനത്തിന്റെ താക്കോല്. രണ്ടാമത്തത്, ബിമ യകൂനുൽ ഇൻസാനു ഇൻസാനി എന്തുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത്? ബിൽ ഫിക്രി ചിന്ത കൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നുഫക്കിറു അവ്വലൻ അമ്മ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്തിനെ കുറിച്ചാണ്? അൻ ഔഫുസിന നമ്മുടെ ശരീരത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. മാദാ യഖൂലുൽ മുൽഹിദു ദൈവനിഷേധി നിരീശ്വരവാദി എന്താണ് പറയുക? ലാ ഖാലിഖ സൃഷ്ടാവില്ല, വകുല്ലു ഷൈഇൻ എല്ലാ വസ്തുക്കളും, യതകവ്വനു അത് ഉണ്ടാകുന്നു, ത്വബഇയ്യൻ പ്രകൃതിയാൽ. സൃഷ്ടാവില്ല, എല്ലാ വസ്തുക്കളും പ്രകൃതിയാൽ ഉണ്ടാകുന്നു എന്ന് ആര് പറയും? നിരീശ്വരവാദി പറയും. യുകമ്മിലു നമുക്ക് പൂർത്തിയാക്കാം. തഫക്കുറു സാഅത്തിൻ ഒരു മണിക്കൂർ ചിന്തിക്കുക എന്നത് ഖൈറു മിൻ ഇബാദത്തി സന ഒരു വർഷം ആരാധിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. രണ്ടാമത്തത്, വൽ മഖ്ലൂഖാത്തു സൃഷ്ടികൾ, തദുല്ലു അറിയിക്കുന്നു, അലൽ ഖാലിഖ് സൃഷ്ടാവിന്റെ മേൽ. മൂന്നാമത്തത്, വൽ ആസാറു അടയാളങ്ങൾ, തദുല്ലു അറിയിക്കുന്നു, അലൽ മുഅസ്സിരി അടയാളപ്പെടുത്തിയവനെ,
അറിയിക്കുന്നു. യക്തുബുൽ മഅന, നമുക്ക് അർത്ഥം എഴുതാം. അൽ ഫിക്റു, ഫിക്ർ എന്നാൽ ചിന്ത എന്നാണ്. ബദീഉൻ, അതുല്യമായി. മുൽഹിദുൻ, ദൈവനിഷേധി, നിരീശ്വരവാദി. നിളാമുൻ, സംവിധാനം.